ഹലോ എവരിവൺ, യു ജി സിയിൽ നിന്ന് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് നോട്ടീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പബ്ലിക് നോട്ടീസാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പഠനം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇനിയുള്ള സമയം പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യു ജി സിയുടെ വെബ്സൈറ്റിൽ പബ്ലിക് നോട്ടീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പബ്ലിക് നോട്ടീസ് ലഭിക്കും. ജൂലൈ 16-ാം തീയതിയാണ് യു ജി സി ഇങ്ങനൊരു പബ്ലിക് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളിലെയും കോളേജുകളിലെയുമുള്ള ഫാക്കൽറ്റി റിക്രൂട്ട്മെൻറ്റ്, ഇന്ത്യയൊട്ടാകെയുള്ള യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടത്തേക്കുള്ള ഫാക്കൽറ്റി നിയമനം ജൂലൈ 31 മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് പരിശോധിക്കാം. ഇവിടെ തന്നെ യു ജി സി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജൂൺ 4-ന്, ജൂലൈ 31, 7 ആഗസ്റ്റ് 2019, 5 സെപ്റ്റംബർ 2019, 22 ഒക്ടോബർ 2019, 26 നവംബർ 2021 ഈ സമയങ്ങളിലെല്ലാം തന്നെ യു ജി സി ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പകർപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിക്കാനുള്ളത്? നിലവിലുള്ള ഫാക്കൽറ്റി സ്ട്രെങ്ത്, അത് ജനറൽ കാറ്റഗറി എത്ര വരുന്നുണ്ട്, SC ST എത്ര വരുന്നുണ്ട്, OBC, EWS, PWD, അങ്ങനെ ടോട്ടലായിട്ട് എത്ര സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതും, വാക്കന്റ് പൊസിഷൻ അതും കാറ്റഗറി വൈസ് ആയിട്ട് എത്ര ഉണ്ട് എന്നുള്ളതുമാണ് അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിന്റെ കാര്യം വളരെ കൃത്യമായിട്ട്, അത് ജനറൽ എത്ര വരുന്നു, SC ST എത്ര വരുന്നു, OBC, EWS, PWD, ടോട്ടൽ, തേർഡ് ജനറലിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ്, അതും ജൂലൈ 31 മുമ്പ് റിപ്പോർട്ട് ചെയ്യാനാണ് യു ജി സി പറഞ്ഞിരിക്കുന്നത്. 2024 ജൂലൈ 31 മുമ്പ് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പബ്ലിക് നോട്ടീസിനോടൊപ്പം തന്നെ 2021 നവംബറിൽ പുറത്തിറക്കിയ പബ്ലിക് നോട്ടീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂൺ 2019 പുറത്തിറക്കിയ പബ്ലിക് നോട്ടീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കൃത്യമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വേക്കൻസീസിന്റെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ടീച്ചിങ് പോസ്റ്റ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2019 ജൂണിൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് യു ജി സി നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. 2019 ആഗസ്റ്റിൽ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. 2019 സെപ്റ്റംബറിൽ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. 2019 ഒക്ടോബറിൽ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പബ്ലിക് നോട്ടീസുകൾ യു ജി സി ഇറക്കിയിട്ടുണ്ട്. അതിനൊരു അവസാന വാക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ജൂലൈ 31 മുമ്പ് എല്ലാ ഒഴിവുകളും ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും, ഡീംഡ് യൂണിവേഴ്സിറ്റികളും, കോളേജുകളും റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പബ്ലിക് നോട്ടീസ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ 10-ലേക്കുള്ള, പേ ലെവൽ 10-ലേക്കുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് നെറ്റ് തന്നെയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ 11, 12, 13-ലേക്കൊക്കെ വരുന്ന സമയത്ത് നെറ്റ് ആൻഡ് PhD വരും. ഇനി അസോസിയേറ്റ് പ്രൊഫസർ പേ ലെവൽ 13-ലേക്ക് വരുന്ന സമയത്ത് അതും PhD മസ്റ്റാണ്. ഇനി പ്രൊഫസറിലേക്കൊക്കെ വരുന്ന സമയത്ത് PhD, PDF, ഈ രീതിയിലുള്ള യോഗ്യതകളും എക്സ്പീരിയൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിന് മാനദണ്ഡങ്ങളായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അറിയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെയുള്ള ഒഴിവുകളിലേക്ക് നമുക്ക് ജോലിക്കായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന യോഗ്യതയാണ് UGC നെറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം. അപ്പൊ UGC നെറ്റിന്റെ കാര്യത്തിൽ ഇപ്പൊ പല സ്റ്റേറ്റുകളിലും ഒഴിവുകൾ വരും. നമുക്ക് എവിടെ വേണമെങ്കിലും അപേക്ഷിക്കാം.
ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ PhD അതുപോലെ തന്നെ തേർഡ് ജനറലൊക്കെ പല സ്റ്റേറ്റുകളിലും വേക്കൻസീസ് NCA ആയിട്ട് കിടക്കുകയാണ്. അതായത് നോൺ കാൻഡിഡേറ്റ് പല സ്റ്റേറ്റുകളിലും NCA വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അത്തരം വേക്കൻസീസിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. നമുക്കറിയാം നമ്മുടെ ഇവിടെ നിന്നാണ് ഈ PWD ആയാലും തേർഡ് ജനറൽ ആയാലും കൂടുതൽ പേർ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒക്കെ എഴുതാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇപ്പൊ തന്നെ SSCയിലേക്കുള്ള ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഏകദേശം 17,700ഓളം ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സിവിൽ സർവീസിന്റെ തൊട്ട് താഴെയുള്ള പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ പോസ്റ്റുകളിലേക്കും സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ ഒഴിവുകൾ വിളിക്കുന്നുണ്ട്. നമുക്കറിയാം വ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ജോലി ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ UGCയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു പബ്ലിക് നോട്ടീസ് 31-ാം തീയതിക്ക് മുമ്പ് എല്ലാ പോസ്റ്റുകളുടെയും റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഉള്ള ഈ ഒരു നോട്ടീസ് നമുക്ക് എങ്ങനെയാണ് പ്രചോദനമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നെറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, PhD നോക്കുന്നവരാണ്, അതുപോലെ തന്നെ JRFനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരീക്ഷ നിർത്തലാക്കി അതിനുശേഷം നമ്മൾ പഠനം തുടങ്ങി. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് തന്നെ ഒരു മടിയാണ്, പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, പരീക്ഷയുടെ കാര്യങ്ങൾ അറിയുന്നില്ല, പല രീതിയിലുള്ള ന്യൂസുകളാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് അത് പറഞ്ഞതാണ്. നമ്മുടെ പബ്ലിക് നോട്ടീസ് ഇറക്കിയ 3 കാര്യങ്ങളിൽ 2 കാര്യം നടന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ പരീക്ഷയാണ് വരാനുള്ളത്. ഇന്ന് ജൂലൈ 21 നമ്മുടെ പരീക്ഷയിലേക്ക് ഇനി കറക്റ്റ് 30 ദിവസം മാത്രമേ ഉള്ളൂ. ആഗസ്റ്റ് 21 നമ്മുടെ പരീക്ഷ തുടങ്ങും. പരീക്ഷ വിശദമായിട്ടുള്ള കലണ്ടർ നമുക്ക് ഒരാഴ്ച മുമ്പേ ലഭിക്കുകയുള്ളൂ. പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യാതൊരു രീതിയിലും നിങ്ങൾ പഠനത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക, റിവിഷൻ ചെയ്യുക, വീണ്ടും വീണ്ടും കേൾക്കുക, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ചാനലിലൊക്കെ ഓൾറെഡി ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇനി ട്യൂസ്ഡേ മുതൽ നമ്മളത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കും. നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ പരീക്ഷ റദ്ദാക്കി, പുതിയ പരീക്ഷ ഡേറ്റ് വന്നു, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ നമ്മുടെ പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നമുക്കറിയാം ഇനി ഈ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ ലാസ്റ്റിലാണ് പരീക്ഷ കഴിയുക. നമുക്ക് ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ഡിസംബർ എക്സാമിനേഷൻ ആയിട്ടുള്ള അപേക്ഷ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഏതെങ്കിലും രീതിയിൽ മാർക്ക് ഈ പരീക്ഷയ്ക്ക് കുറഞ്ഞു പോയാലും അടുത്ത പരീക്ഷക്കായിട്ട് വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠനത്തിന് സ്റ്റോപ്പ് ചെയ്യരുത്. കൃത്യമായിട്ട് ഡെയിലി ഫോളോ ചെയ്ത് കൃത്യമായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അതിനെന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ആവശ്യപ്പെടാം, കമന്റിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് ഒരു കോഴ്സ് 30 days കോഴ്സ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അതിനും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, UGCയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട്. ഇന്ത്യ ഒട്ടാകെയുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് അപേക്ഷ അയക്കാം. പല ഒഴിവുകളും NCA ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒഴിവുകളിലേക്കൊക്കെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പല സ്റ്റേറ്റുകളും നമ്മൾ ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മൾ എവിടെ പോയാലും വർക്ക് ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് ജോലി ലഭിക്കണം എന്നുള്ളതാണ്, കൃത്യമായിട്ട് ശമ്പളം ലഭിക്കുന്നതും അതുപോലെ തന്നെ നിലനിൽക്കുന്നതുമായിട്ടുള്ള ജോലി ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അത്തരത്തിൽ നമുക്ക് പല സ്റ്റേറ്റുകളിലേക്കും അപേക്ഷ അയക്കാൻ സാധിക്കും. നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ കോളേജുകളിലേക്കൊക്കെ എത്ര ഒഴിവുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ എത്ര ഒഴിവുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഏകദേശം ഒരു രൂപം നമുക്കുണ്ട്. അവിടത്തേക്കൊക്കെ തന്നെ അപേക്ഷ ക്ഷണിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിലൊക്കെ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടും അതുപോലെ തന്നെ അതിന് അപേക്ഷ ക്ഷണിക്കേണ്ടതായിട്ടും വരും. യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒഴിവുകൾ നമ്മൾ ചെയ്തതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് അതിലേക്ക് പോസ്റ്റിലേക്ക് ആളെ എടുക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെയും ഒരുപാട് NCA പോസ്റ്റുകളുണ്ട്. അതുപോലെ ഇന്ത്യ ഒട്ടാകെയുള്ള യൂണിവേഴ്സിറ്റികളിൽ NCA പോസ്റ്റുകളുണ്ട്. അത്തരം പോസ്റ്റുകളിലേക്ക് നമുക്ക് അപേക്ഷിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സബ്ജക്റ്റിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മളെ നെറ്റ് എക്സാം ഒക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ
അപ്പോൾ ഈ ഒരു പബ്ലിക് നോട്ടീസ് നിങ്ങളോട് എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ പഠനം വളരെ കാര്യക്ഷമമായി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇനി നമ്മുടെ മുമ്പിൽ പരീക്ഷയിലേക്ക് 30 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ ഒക്കെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ളത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വരുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.